സംഘടന ഞങ്ങൾ തുടങ്ങിയത് നമ്മുടെ ഓരോരോ ആവശ്യത്തിന്, ഇൻഡിവിജ്വൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഈഗോ എന്താണ് ഇതാക്കാൻ വേണ്ടിയോ പ്രൊഫഷണൽ കാര്യങ്ങളെ അല്ല. ഇത് ഈ പറഞ്ഞ പോലെ എത്രയോ ഗായകർ, എത്രയോ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്ന് 60 കാലങ്ങളിൽ അല്ലെങ്കിൽ 70 കാലങ്ങളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിന്ന ചില ഗായകരൊക്കെ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഞങ്ങൾ ഒരു ചെറിയ പെൻഷൻ പ്ലാൻ പോലെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ എന്നെപ്പറ്റി നിങ്ങളെന്ത് സഹായിച്ചില്ല അല്ലെങ്കിൽ ഇന്നയാളെ പറ്റി എന്ത് സഹായിച്ചില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മളവിടെ വരുന്നില്ല. നമ്മളെല്ലാവരെയും വളരെ ഈക്വലായിട്ട് തന്നെ നമ്മളൊരു സംഘടനയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാരെയും തള്ളിക്കളഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ അല്ല, സംഘടനയുടെ പിന്തുണ കിട്ടാവുന്ന വിഷയമാണെങ്കിൽ കൊടുക്കും. ഇതൊരു പൊളിറ്റിക്കൽ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മളടുത്ത് ഇപ്പൊ തന്നെ പുള്ളി ആവശ്യപ്പെട്ടിട്ടുമില്ല, അതും പറയാലോ. പുള്ളിയുടെ അതെ രാജിവെച്ചു എന്നുള്ളത് ശരിയാണ്. ആ ഒരു അതല്ല, അദ്ദേഹം പിന്തുണ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ ആരോടും സംസാരിച്ചിരുന്നില്ല ഈ വിഷയം. അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഈ പിന്തുണ തരാത്തോണ്ട് രാജിവെക്കുന്നു എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതല്ലാതെ ഇതുവരെയും പിന്നീട് ഈ ഒരു ചിത്ര ചേച്ചിയുടെ വിഷയം ഇങ്ങനെ വന്ന് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമ്മൾ ആർക്കും അല്ല അത് ഈ വിഷയമാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഇല്ല, ആരും വിളിച്ച് പറയണമെന്നല്ല പറയണേ. ഞാൻ പറയാം. വ്യക്തമായി പറയാം. ഒരു സംഘടന ഇപ്പം ഞാൻ പ്രതികരിക്കേണ്ടത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാൻ പ്രതികരിക്കേണ്ടത്. അതുപോലെ സംഘടനയിലെ ഒരു അംഗമാണ് അദ്ദേഹം. പക്ഷേ സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടും സംഘടനയിലെ എല്ലാ മെമ്പേഴ്സിനും അറിയാം. നമ്മുടെ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ വെൽഫെയറിനായിട്ട് രാഷ്ട്രീയ, മത, ജാതി ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹത്തിൻ്റെ പുറത്തും സംഗീതത്തിൻ്റെ നന്മയുടെ പുറത്തുമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന. അപ്പോൾ അതിനകത്ത് ഒരു അംഗം എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും അംഗങ്ങളായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചട്ടക്കൂട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണോ ഈ സംഘടനയ്ക്കകത്ത് മെമ്പറായിരിക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് ആ ഒബ്ജക്റ്റീവ്സിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വരുമ്പോഴേ ഒരു സംഘടന എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതുള്ളൂ. ഒരാൾ വ്യക്തിപരമായി രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അവർ ഈ സംഘടനയുടെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് പുറത്തുള്ള വിഷയങ്ങളിൽ അവർ പബ്ലിക് ഡൊമൈനിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ ഒരു ടോട്ടൽ ബാധ്യത ഓരോ മെമ്പറിൻ്റെയും എടുക്കേണ്ട ആവശ്യം സംഘടന എന്നുള്ള നിലയിൽ സംഘടനയ്ക്കില്ല, ഒരിക്കലും ഇല്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ല. സൂരജ് ഇപ്പോൾ പിണങ്ങിപ്പോയി, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ അനിയനോ ചേട്ടനോ പിണങ്ങി പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിണക്കം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു രാജിവെക്കുന്ന ഒരു സംഭവമേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ലതായിട്ട് എഴുതിയാൽ അത് അത്രയും നല്ലത്. അല്ലാണ്ട് ഇതിനെപ്പറ്റി അല്ല ഞാൻ ജസ്റ്റ് പറയാണ്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഡീൽ ചെയ്ത് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളും. ഇല്ല, അദ്ദേഹം അങ്ങനെ ഞങ്ങൾ ആരെയും അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ആരോടും സംസാരിച്ചു. ഇങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞു പോയ ഒരേ ഒരു മെസ്സേജ് എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അവൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ലെഫ്റ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഇതിനിടയ്ക്ക് നമുക്കിത് സംസാരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാം. അല്ല, അതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പുള്ളിക്ക് നടന്ന ആക്രമണം, ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് എപ്പോഴോ നടന്ന ഒരു കാര്യം. ഇപ്പോഴല്ലേ, കഴിഞ്ഞ ദിവസം അല്ല, മലയാളം ഇപ്പോഴും നടന്നോണ്ട് അതാണ് എനിക്ക് ഞാൻ ഇതൊന്നും നോക്കാത്തതുകൊണ്ട് എനിക്ക് ഇതുപോലും അറിഞ്ഞൂടോ. പക്ഷെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ആർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ എന്നാലും ഞങ്ങളുടെ തീരുമാനം ഇത് തന്നെയായിരുന്നു. ഇപ്പൊ ചിത്ര ചേച്ചി ആയാലും സൂരജ് ആയാലും ആരായാലും അതിനൊരു ലെവലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടിയർ 1 ടിയർ 2 എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരും അങ്ങനെ ഇവിടെ ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഈ പറഞ്ഞ പോലെ ആ പറഞ്ഞ് പോയതിൻ്റെ ഒരു പിണക്കം അത് ഞങ്ങൾ മാറ്റിയിരിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഞങ്ങളത് ഹാൻഡിൽ ചെയ്തിരിക്കും.